ബിസിനസ് തുടങ്ങുമ്പോൾ തന്നെ GST രജിസ്ട്രേഷൻ എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ വൺസ് ആ ടേൺ ഓവർ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ GST രജിസ്ട്രേഷൻ നിർബന്ധമായിരിക്കും. ഹായ്, ഞാൻ മെൽവിൻ ജോസഫ്, ചാർട്ടേഡ് അക്കൗണ്ട്. GST രജിസ്ട്രേഷൻ സാധാരണയായി എടുക്കേണ്ടത് എപ്പോഴാണ്? ഈ അഗ്രിഗേറ്റ് ടേൺ ഓവർ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഈ അഗ്രിഗേറ്റ് ടേൺ ഓവർ എപ്പോഴാണോ ക്രോസ് ചെയ്യണത് അപ്പോഴാണ് ഈ GST രജിസ്ട്രേഷൻ തന്നെ കമ്പൽസറി ആകണത്. നമ്മുടെ കേരളത്തിൽ പൊതുവെ ഒരു പ്രിസ്ക്രൈബ് ലിമിറ്റ് വെച്ചിട്ടുണ്ട്. സർവീസ് മാത്രം കൊടുക്കുന്ന ഒരു ബിസിനസ് ആണെങ്കിൽ അവർക്ക് ലിമിറ്റ് വരണത് 20 ലക്ഷമാണ്. ആ 20 ലക്ഷം എപ്പോഴാണ് ക്രോസ് ആവണത് അപ്പോഴാണ് ഇവരുടെ കേസിൽ GST രജിസ്ട്രേഷൻ ബാധകമാകുന്നത്. ഇനിയിപ്പോ ഗുഡ്സ് മാത്രം കൊടുക്കുന്നവരാണെങ്കിലോ അങ്ങനെയുള്ളവരുടെ കേസിൽ വരണത് 40 ലക്ഷമാണ് ലിമിറ്റ്. ആ 40 ലക്ഷം എപ്പോഴാണോ ക്രോസ് ചെയ്യണത് അപ്പോഴാണ് അവർക്ക് GST രജിസ്ട്രേഷൻ എടുക്കേണ്ടി വരുന്നത്. ഇതിൽ തന്നെ കുറച്ച് കണ്ടീഷൻസ് പറയുന്നുണ്ട്. ഇപ്പോ ഗുഡ്സ് മാത്രം സപ്ലൈ ചെയ്യുന്നവര്, ഇപ്പൊ അവരുടെ കേസിൽ ചെറിയൊരു സർവീസ് കൊടുക്കേണ്ട ഒരു ആവശ്യകത വരാണെന്ന് വിചാരിക്കുക ആ ബിസിനസ്സിൽ. അപ്പോൾ അവർക്ക് ലിമിറ്റ് 20 ലക്ഷമായി മാറും. അപ്പോൾ 20 ലക്ഷം ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ GST രജിസ്ട്രേഷൻ എടുക്കേണ്ടി വരും. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, മൊബൈൽ ഷോപ്പ് നടത്തുന്ന ഒരാളാന്ന് വിചാരിക്കുക. ആള് മൊബൈൽ വാങ്ങി വിൽക്കുന്നു. പക്ഷെ ആളതിൻ്റെ കൂടെ ഒരു മൊബൈൽ സർവീസ് ഓപ്പൺ ചെയ്യാണ്. അപ്പോ അവിടെ ആ ലിമിറ്റ് 40 ലക്ഷത്തിൽ നിന്ന് 20 ലക്ഷത്തേക്ക് മാറി. പക്ഷെ ആള് മൊബൈൽ മാത്രം കൊടുക്കുന്നുള്ളെങ്കിൽ ആ ലിമിറ്റ് 40 ലക്ഷമാണ്.